പകിട പകിട 12 പകിട 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 12. യാത്രയ്ക്കിറങ്ങുന്ന പാണ്ഡവർക്കുള്ളിൽ പുകഞ്ഞു പക. ഏറെ പ്രിയങ്കരനായി ധാർത്തരാഷ്ട്രർക്കു വഴികാട്ടിയായി നിന്ന ശകുനി. പാണ്ഡവരോടൊരു പകയതുമില്ലാത്ത ശകുനി കരുനീക്കിയതാർക്കു വേണ്ടി? ആരായിരുന്നു ഈ ശകുനി? ആരായിരുന്നു ശകുനി? സംഗീതം പൊഴിയുന്ന നാട്, ഗന്ധർവ ജന്മങ്ങൾ നിറയുന്ന നാട്, ഗാന്ധാര വംശത്തിൻ തോരാത്ത പെരുമകൾ പാടി നടന്നൊരു പുണ്യനാട്. നൃപനാൻ സുബലനു സുതനായി പിറവി കൊണ്ടു ശകുനി. അതിമതിമാൻ ചാരതേ നോക്കിയാം ഗാന്ധാരി, അവളോ ശകുനിക്കു പ്രിയമേഴ്ത്തിടും സോദരി. അന്ധനാം ധൃതരാഷ്ട്രൻ കരം ഗ്രഹിച്ചു ഹസ്തിനാപുരവധുവായി ഗാന്ധാരി. പതിക്കില്ലാത്ത കാഴ്ച എനിക്കെന്തിന്? ിരുളാണ് ജീവിതം നൽകിയ ഹസ്തിനാപുരിയെ വെറുത്തു ശകുനി. അപ്രീതിയേതോ ജനിക്കയാൽ ധൃതരാഷ്ട്ര സുബലനെ സുരരെയും തടവിലിട്ടു. പകരുന്നൊരെണ്ണ പോൽ ശകുനിതൻ നെഞ്ചിലെരിഞ്ഞു പക. കൂരിരുട്ടിന്റെ കല്ലറയിൽ ഉണ്ണാനൊടുക്കാനുമില്ലാതവർ കുഴഞ്ഞു ഒരു പാത്രമന്നം ഉരുളയൊരോന്നും സൗവല പട്ടിണി കോലങ്ങളാ. ഈ ഒരു പിടി അന്നം കഴിച്ച് നമ്മുടെ ഇളയ പുത്രൻ ശകുനി നമുക്ക് വേണ്ടി ജീവൻ നിലനിർത്തട്ടെ. അവന്റെ ബുദ്ധിയിൽ ഉദിക്കട്ടെ ഹസ്തിനാപുരിയെ മുച്ചൂടും മുടിക്കാനുള്ള മാർഗം. പട്ടിണിയാൽ പ്രിയർ പിടയുമ്പോൾ കണ്ണീര് കുഴച്ചന്റെ മുണ്ടവൻ ശകുനി. താതനും സഹജരും പട്ടിണിയാലും വന്നതും കണ്ടു വളർന്നവൻ ശകുനി. നീറുന്ന പകയുടെ നെരിങ്ങോടു നെഞ്ചിൽ പറയാതെ കാത്തവൻ ശകുനി. ശകുനി ആർക്കും വഴങ്ങാത്ത
ചിരിച്ചു. പാണ്ഡവർക്കുള്ളിൽ കൗരവന്മാരോടൊന്നാത്ത വൈര്യം നിറച്ചു വച്ചു. പകിട 12. സഭയിൽ പാഞ്ചാലിയെ വലിച്ചിഴയ്ക്കുമ്പോ കൃഷ്ണ കൃഷ്ണ അവരെ ചതുർഗ്രഹേ ചുട്ടുകൊല്ലുമ്പോ സന്ധിയില്ലാത്തൊരു യുദ്ധത്തിലേക്കവരെ വഴി നടത്തി സൗബലേയൻ കരുനീക്കി. പാണ്ഡവരെ തോൽപ്പിച്ചിടുമ്പോഴും കരുനീക്കം കൗരവർക്കെതിരെ. ശക്തനല്ലാത്ത ഗാന്ധാരപുത്രൻ ശകുനി ഭീഷ്മരോടും ധൃതരാഷ്ട്രരോ ധാർത്തരാഷ്ട്രരോടും തീർത്ത പകയായിരുന്നു 18 നാൾ നീണ്ട ഘോരയുദ്ധം. ഇത് കാകോലൂകിയ കഥ പോലെ ശകുനിയും ഉത്തരം ഇല്ലാത്ത കടം കഥ പോലെ.